Hello, good morning. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 11 പെരിമീറ്റർ ആൻഡ് ഏരിയ. നിങ്ങൾ ക്ലാസ് 6ൽ പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ പെരിമീറ്ററും റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ഏരിയാസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് അറൗണ്ട് എ ക്ലോസ്ഡ് ഫിഗർ ഓർ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബൗണ്ടറി. ഒരു ക്ലോസ്ഡ് ഫിഗർ ഒരു ക്ലോസ്ഡ് ഫിഗറിൻ്റെ ലെങ്ത്സ് തന്നിട്ടുണ്ട്. 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ബൗണ്ടറി. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ലെങ്ത് നമ്മൾ ആഡ് ചെയ്യണം. ഈ ലെങ്ത് എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 6 പ്ലസ് 6 സെൻറ്റിമീറ്റർ പ്ലസ് 3 centimeter plus 3 centimeter plus 2 centimeter plus 5 centimeter, and that is equal to 6 plus 3 9, 9 plus 3 12 plus 2 14 plus 5 90 centimeter. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ ലെങ്ത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതായത് ലെങ്ത് ഓഫ് ദ ബൗണ്ടറി ആൻഡ് അതായത് എല്ലാ സൈഡ്സും അതിൻ്റെ ലെങ്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടും. ഇനി ഏരിയ എന്ന് പറയുന്നത് ദ സ്പേസ് ഓർ റീജിയൻ ഒക്യുപ്പൈഡ് ബൈ എ ക്ലോസ്ഡ് ഫിഗർ ആണ്. അതായത് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട്, അതാണ് ഏരിയ. എക്സാമ്പിൾ, ഒരു ഫോട്ടോ നമുക്ക് ഫ്രെയിം ചെയ്യണം. ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ അതിൻ്റെ ചുറ്റിനും മാത്രമേ നമ്മൾ ഫ്രെയിം ചെയ്യുന്നുള്ളൂ. ചുറ്റിനും മാത്രം ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ മാത്രം മതി. ഇനിയും അത് ലാമിനേറ്റ് ചെയ്യണം. ലാമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫുൾ സ്പേസ്, ഫുൾ പാർട്ട് നമ്മൾ ലാമിനേറ്റ് ചെയ്യണം. അവിടെ നമുക്ക് വേണ്ടത് അതിൻ്റെ ഏരിയ ആണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഏരിയ ആണോ പെരിമീറ്റർ ആണോ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമ്മളത് വായിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ പാർക്കിന് ചുറ്റും നമ്മളൊരു എക്സസൈസിന്, മോർണിംഗ് എക്സസൈസിന് നടക്കുവാണ്. അപ്പോൾ 1 റൗണ്ട് നടന്നു. 1 റൗണ്ട് നടക്കുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 റൗണ്ട് നടന്നു. 1 റൗണ്ട് എന്ന് പറയുമ്പോൾ പെരിമീറ്റർ. അപ്പോൾ 1 റൗണ്ട് നമ്മൾ ഹൗ മച്ച് ഡിസ്റ്റൻസ് വുഡ് യു കവർ, അപ്പോൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 1 റൗണ്ട് ആണെങ്കിൽ 1 ഇൻറ്റു പെരിമീറ്റർ, 3 റൗണ്ട്സ് ആണെങ്കിൽ 3 ഇൻറ്റു പെരിമീറ്റർ, 5 റൗണ്ട്സ് ആണെങ്കിൽ 5 ഇൻറ്റു പെരിമീറ്റർ. അപ്പോൾ നമുക്ക് അവിടെ പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എത്ര റൗണ്ട്സ് നടന്നോ അത്രയും നമ്പർ ഓഫ് റൗണ്ട്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാമെങ്കിൽ നമുക്ക് നമ്മൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് അവിടെ കിട്ടും. ഇനിയും നമ്മുടെ പറമ്പിന് ചുറ്റും നമുക്ക് മുള്ളുവേലി തറയ്ക്കണം. അപ്പോൾ അല്ലെങ്കിൽ മതിൽ കെട്ടണം, ആരെങ്കിലും ശല്യം ചെയ്യാതിരിക്കാൻ ഓരോരുത്തരും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ചുറ്റിനും മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ ഫെൻസിങ് ചെയ്യാൻ നമുക്ക് വേണ്ടത് പിന്നെ ആ പറമ്പിൻ്റെ അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ പെരിമീറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ റൂമിന് ടൈൽസ് ഒട്ടിക്കണം. റൂമിനൊക്കെ ടൈൽസ് ഒട്ടിക്കുവാണെങ്കിൽ അവിടെ നമ്മൾ ചുറ്റിനും മാത്രം ടൈൽസ് ഒട്ടിക്കുകയല്ല, നമ്മൾ ഫുൾ പാർട്ടിൽ ടൈൽസ് ഒട്ടിച്ചാണ് ചെയ്യുന്നത്. ആ ഫുൾ പാർട്ടിൽ ടൈൽസ് ഒട്ടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് അവിടെ ഏരിയയാണ്. പിന്നെ നമ്മൾ ഭിത്തിയൊക്കെ പെയിൻറ്റ് ചെയ്യുന്നു, സിമെൻറ്റിങ് ചെയ്യുന്നു, റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഏരിയയാണ് വേണ്ടത്. ഫുൾ പാർട്ട് നമ്മൾ ചെയ്യുകയാണ്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടണം, അത് പെരിമീറ്റർ ആണോ ഏരിയ ആണോ കാണേണ്ടതെന്നുള്ള ഐഡിയ നമുക്ക് കിട്ടണം. പ്ലെയിൻ റെഗുലർ പോളിഗൺസ്. റെഗുലർ പോളിഗൺസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. Regular polygon is a polygon having equal angles and equal sides. ഇപ്പോൾ ഒരു 3-sided regular polygon എന്ന് പറയുന്നത് ഒരു 3-sided regular polygon, 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള റെഗുലർ പോളിഗൺ. അതൊരു ട്രയാങ്കിൾ ആണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതൊരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയാൻ നമ്മൾ പെരിമീറ്റർ ആണ് ഇവിടെ കാണാൻ പോകുന്നത്. പെരിമീറ്റർ എന്ന് പറയുന്നത് സം ഓഫ് ദ സൈഡ്സ് ആണ്. അപ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് 5 plus 5, then 1 2 3 times 5, 3 into 5 centimeter, and that is equal to 15 centimeter. ഇനിയും ഒരു
four-sided regular figure. അതൊരു സ്ക്വയർ ആണ്. അപ്പോൾ അതിന് 4 sides ആണ്. അപ്പോൾ ഇതൊരു 6 cm വന്നു. 6 cm വെച്ച് എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 6 + 6 + 6 + 6. That is equal to 1, 2, 3, 4 times 6 വന്നു. അപ്പോൾ 4 × 6 cm. That is equal to 24 cm. ഇവിടെ 4 × 6 വന്നു. ഇവിടെ 3 × 5 വന്നു. 3 × 5. ഇവിടെ 4 × 6. അപ്പോൾ ഇവിടെ 3 × 5 cm. അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഇവിടെ 4 × 6 cm. അപ്പോൾ ഇവിടെ 4 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ജനറലി അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. പെരിമീറ്റർ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ 4 വന്നു, ഇവിടെ 3 വന്നു. നമ്പർ ഓഫ് സൈഡ്സ് ആണ്. പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ലെങ്ത് ഓഫ് വൺ സൈഡ് ആണ്. അപ്പം നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു ലെങ്ത് ഓഫ് വൺ സൈഡ്. Perimeter of a regular polygon is equal to number of sides into length of one side. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഏരിയ നമുക്ക് നോക്കാം. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ പാരലൽ ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ലെങ്ത് ആണ്, ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു L + B + L + B. L + B + L + B, അതായത് സം ഓഫ് ദ സൈഡ്സ്. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു L 2 times വന്നപ്പോൾ 2L + B also 2 times 2B. Then 2 ഇവിടെയും വന്നു, ഇവിടെയും വന്നപ്പോൾ 2 × L + B, അതായത് twice the sum of length and breadth. So perimeter of a rectangle is equal to 2 × L + B, and that is equal to twice the sum of its length and breadth. ഇനി ഇത് 7 cm, ഇത് 5 cm ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ പെരിമീറ്റർ ആണ് L is equal to 7 cm, B is equal to 5 cm. അപ്പോൾ പെരിമീറ്റർ is equal to 2 × L + B, and that is equal to 2 × 7 cm + 5 cm, and that is equal to 2 × 12 cm. 7 + 5 is 12, and that is equal to 24 cm. 24 cm. അപ്പോൾ പെരിമീറ്റർ ആണെന്ന് ഇങ്ങനെയാണ് 2 × L + B. ഇനി ചില കുട്ടികൾ ഇങ്ങനെ ചെയ്യും 2 × 7 + 5 cm, and that is equal to 2 × 7. 2 × 7 is equal to 14 cm + 5 cm, and that is equal to 19 cm. ഇത് റോങ് ആണ്. 2 × 7 cm + 5 cm ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആദ്യം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് 5 cm ആഡ് ചെയ്യും. അത് തെറ്റായ മെത്തേഡാണ്. എന്നിട്ട് വീട്ടിൽ ചെന്ന് പറയും ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ ശരിയാണെന്ന് വീട്ടിൽ ചെന്ന് പേരൻസ് ചോദിക്കുമ്പോൾ പറയുകയും ചെയ്യും. പക്ഷെ ഇവിടെ നിങ്ങളൊരു ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിരിക്കും, ഇത് ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടായിരിക്കും. അപ്പോൾ പെരിമീറ്ററെ തെറ്റി, പിന്നെ അതിൻ്റെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ ഫസ്റ്റ് പാർട്ട് തെറ്റിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് അങ്ങ് പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ മിസ്റ്റേക്ക് ഒരിക്കലും വരുത്തരുത്, ഇത് തെറ്റാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സം കണ്ടുപിടിച്ചിട്ടാണ്, ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. സമ്മിൻ്റെ 2 times ആണ്. അപ്പോൾ ആ തെറ്റ് നിങ്ങൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. Area of the rectangle is equal to length into breadth. Area of a rectangle is equal to length into breadth, അതായത് ഇതിൻ്റെ ഇൻസൈഡ് പാർട്ട്, and that is equal to 7 cm ആണ് into 5 cm, and that is equal to 35. and centimeter into centimeter എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, സെൻറ്റിമീറ്റർ സ്ക്വയർഡ് എന്ന് പറയുന്നത്, സെൻറ്റിമീറ്റർ സ്ക്വയർഡ്. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ വന്നതുകൊണ്ടാണ് 2 times സെൻറ്റിമീറ്റർ നമ്മൾ എഴുതിയത്. ഇനി പെരിമീറ്ററിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്
മില്ലിമീറ്റർ പ്ലസ് മില്ലിമീറ്റർ പ്ലസ് മില്ലിമീറ്റർ പറയുമ്പോൾ മില്ലിമീറ്റർ വരാം, സെൻറ്റിമീറ്റർ വരാം, മീറ്റർ വരാം, കിലോമീറ്റർ വരാം. ഇനി ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ ഇൻറ്റു മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ മില്ലിമീറ്റർ റേസ് ടു 2 വരും. മില്ലിമീറ്റർ സ്ക്വയർഡ്, സെൻറ്റിമീറ്റർ സ്ക്വയർഡ് വരാം, മീറ്റർ സ്ക്വയർഡ് വരാം, കിലോമീറ്റർ സ്ക്വയർഡ് വരാം. അപ്പം അങ്ങനെ സ്ക്വയർ. അപ്പം വലിയ ലാൻഡ്സ് പ്രോപ്പർട്ടീസ് ഒക്കെ മെഷർ ചെയ്യാൻ ചെറിയ യൂണിറ്റിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി വലിയൊരു യൂണിറ്റ് ഉണ്ട്, അതായത് ഹെക്ടർ. ഹെക്ടർ എന്നൊരു യൂണിറ്റ് ഉണ്ട്. 1 ഹെക്ടർ, ഹെക്ടറിന് 1 HA നമ്മൾ എഴുതും. 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു 10,000 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ആ ഹെക്ടർ വലിയ ലാൻഡ്സും പ്രോപ്പർട്ടീസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു 10,000 മീറ്റേഴ്സ്. നെക്സ്റ്റ് സ്ക്വയർ. സ്ക്വയർ 4 സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതൊരു റെക്ടാംഗിൾ ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വെച്ചാണ് നമ്മൾ റെക്ടാംഗിളിന്റെ ഏരിയ കാണുന്നത്. അപ്പോൾ ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും സെയിം ആയതുകൊണ്ട് നമ്മൾ അതിനെ സൈഡ് എന്നാണ് പറയുന്നത്. സൈഡ് ഇൻറ്റു സൈഡ്, സൈഡ് ഇൻറ്റു സൈഡ്. ഇനി ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് റെഗുലർ പോളിഗൺ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. 4 സൈഡ്സ് ഉള്ളതുകൊണ്ട് നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു ലെങ്ത് ഓഫ് 1 സൈഡ്. അപ്പോൾ 4 ഇൻറ്റു ലെങ്ത് ഓഫ് 1 സൈഡ്, അതാണ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഏരിയ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 4 ഇൻറ്റു സൈഡ്. ഇനിയും പാരലലോഗ്രാം. പാരലലോഗ്രാം parallelogram opposite sides are equal and parallel. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു. ഇതിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് ഇത്രയും ഭാഗം ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ കിട്ടി. ഇപ്പോൾ എന്ത് കിട്ടി? ഇപ്പം നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടി. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ലെങ്ത് ആണ്. അപ്പോൾ ഈ ലെങ്തിനെ പെരിമീറ്ററിൻ്റെ കേസിൽ നമ്മൾ ബേസ് എന്ന് എടുക്കും. എന്നിട്ട് ബ്രെഡ്ത്തിനെ നമ്മൾ, ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ബ്രെഡ്ത്തിനെ നമ്മൾ ഹൈറ്റ് എന്ന് പറയും. ബ്രെഡ്ത്തിനെ ഹൈറ്റ്. അപ്പം ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഒരു പാരലലോഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, പാരലലോഗ്രത്തിന്റെ ഏരിയ നമ്മൾ ഇവിടോട്ടാണ് പെർപെൻഡിക്കുലർ വരച്ചത്. ഇത് ബേസ് ആണ്. അപ്പോൾ ഇത് ഹൈറ്റ്. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഓഫ് എ പാരലലോഗ്രം ഈസ് ഈക്വൽ ടു, ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ഓർ BH. ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ടു ദാറ്റ് ബേസ് ആണ്. ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. പക്ഷെ ഹൈറ്റ് കാണുമ്പോൾ ഹൈറ്റ് ടു ദാറ്റ് ബേസ് ആണ്. ഇനി ഈ സൈഡ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ആണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു ABCD എന്നുള്ള പാരലലോഗ്രം ആണെങ്കിൽ, ABCD എന്നുള്ള പാരലലോഗ്രം ഇത് MN. അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണുന്നത് AB ഇൻറ്റു, ABയിലേക്കുള്ള പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് DM ആണ്. അപ്പോൾ AB ഇൻറ്റു DM. പിന്നെ BC ആണ് ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ BC ഇൻറ്റു DN. അല്ലാതെ BC ഇൻറ്റു DM വെച്ച് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. നമ്മൾ ചെയ്യേണ്ട BC ഇൻറ്റു DN. അപ്പോൾ ഏത് സൈഡ് വേണമെങ്കിലും ബേസ് ആയിട്ട് എടുക്കാം. പക്ഷെ പെർപെൻഡിക്കുലർ എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ ടു ദാറ്റ് ബേസ് ആണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. അതാണ് പാരലലോഗ്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പാരലലോഗ്രത്തിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദ സൈഡ്സ്. അതായത് ഇക്വേഷൻസ് ഒന്നുമില്ല, സം ഓഫ് ഓൾ ദ സൈഡ്സ്. അല്ലെങ്കിൽ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് വെച്ച് നമുക്ക് ചെയ്യാം. ട്രയാങ്കിൾ. ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ 90 ഡിഗ്രി ആംഗിൾ ആണ്. ഞാൻ അതിനെ ഡയഗണൽ വൈസ് ഇങ്ങനെ
കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് സെയിം ഇത് ലെങ്ത് ബ്രെഡ്ത്ത് സെയിം സൈസ് മെഷേഴ്സ് ഒക്കെ ഉള്ള 2 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. ആ 2 ട്രയാങ്കിൾസ് സെയിം ഏരിയയും ആയിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ലെങ്ത് ബ്രെഡ്ത്ത്, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് L ഇൻറ്റു ബി ആണ്. അതായത് ഈ റെക്ടാങ്കിളിന്റെ ഏരിയയുടെ ഹാഫ് ഇൻറ്റു L ഇൻറ്റു ബി. റെക്ടാങ്കിളിന്റെ ഏരിയ L ഇൻറ്റു ബി ആണ്, ഇതിന്റെ ഏരിയ L ഇൻറ്റു ബി ആണ്. അപ്പോൾ L ഇൻറ്റു ബിയുടെ ഹാഫ് വരുമ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഈ ഭാഗത്തെ നമ്മൾ ബേസ് ആക്കി എടുത്തു. ബേസും ഇവിടെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ ഹൈറ്റുമാക്കി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് BH. അപ്പോൾ ഇവിടെ ഇത് റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിൾ ആണ്, അവിടെ ഹൈറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി വേറെ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ തന്നു. ഈ ട്രയാങ്കിൾ ABC. ഇവിടെ ബേസായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ AD ഹൈറ്റ് എന്ന് പറയുന്നത് AD. അപ്പോൾ ഏരിയ ഓഫ് ABC എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AD ആണ്. ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AD. ഇനി നമ്മൾ ഇവിടുന്ന് AC ആണ് നമ്മൾ ബേസായിട്ട് എടുക്കുന്നത്. AC ബേസായിട്ട് എടുക്കുമ്പോൾ ACയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ AC ബേസായിട്ട് എടുക്കുമ്പോൾ എയിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ബിയിൽ നിന്ന് ACയിലേക്കുള്ള പെർപെൻഡിക്കുലർ, അതാണ് അതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഹാഫ് ഓഫ് AC ഇൻറ്റു ഇത് BE ആണെങ്കിൽ AC ഇൻറ്റു BE, ഹാഫ് ഇൻറ്റു AC ഇൻറ്റു BE. ഇനി നമ്മൾ സൈഡ് AB ആണ് ബേസായിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മൾ സിയിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഓപ്പോസിറ്റ് വെർട്ടെക്സ് സിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചിട്ട് അത് എഫ് ആണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു AB ഇൻറ്റു CF ആണ്. 3 രീതി ചെയ്താൽ നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടേണ്ടത്. സെയിം ആൻസർ ആണ്. ട്രയാങ്കിൾ ഒറ്റ ഏരിയയേ ഉള്ളൂ, പക്ഷേ സൈഡ്സ് വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും അല്ലെങ്കിൽ ഹൈറ്റും വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം, പക്ഷെ ഹൈറ്റ് വരുമ്പോൾ ഹൈറ്റ് ടു ദാറ്റ് ബേസ് ആണ് നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദാറ്റ് ബേസ്. അപ്പോൾ ഹാഫ് BH ആണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിളിൻ്റെ ഈ സൈഡാണ് ഹാഫ് BH. സർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ആണ്. ആ ഫിക്സഡ് പോയിന്റിനെ നമ്മൾ സെന്റർ എന്ന് പറയും. ഫിക്സഡ് ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്ന് പറയും. ഇങ്ങോട്ടെല്ലാം ഫിക്സഡ് ഡിസ്റ്റൻസിൽ ആണ് പോകുന്നത്, ഒറ്റ സെയിം ഡിസ്റ്റൻസിന്. അപ്പോൾ അതിനെ നമ്മൾ റേഡിയസ് എന്ന് പറയും. പിന്നെ ഈ സർക്കിൾ ഇഷ്ടംപോലെ കോഡ്സ് നമുക്ക് വരയ്ക്കാം. ഇത് കോർഡാണ്, അതായത് chord is the line segment joining any 2 points on the circle. അപ്പം ആ കോഡാണ്. അപ്പം ഇഷ്ടംപോലെ കോഡ്സ് നമുക്ക് വരയ്ക്കാം. ചില കോഡ്സ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകും, അപ്പോൾ ആ കോഡ്സിനെ നമ്മൾ ഡയാമീറ്റർ എന്ന് പറയും. ആ കോഡ്സിനെ നമ്മൾ ഡയാമീറ്റർ എന്ന് പറയും. അപ്പോൾ ഡയാമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 6 ആണ്, ഇതും 6 ആണ്,
ഇതും ആറാണ്. അപ്പോൾ ഡയാമീറ്റർ എന്ന് പറയുന്നത് ആർ പ്ലസ് ആർ 2r എന്ന് വരും. ഡയാമീറ്റർ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ആർ 2r. ഇനിയും ഈ ഭാഗത്തിനെ നമ്മൾ സെഗ്മെന്റ് എന്ന് പറയും, ഇതിനെ നമ്മൾ സെക്ടർ എന്ന് പറയും. അതിനകത്ത് മേജർ സെഗ്മെന്റ് മൈനർ സെഗ്മെന്റ് ഉണ്ട്, മേജർ സെക്ടർ മൈനർ സെക്ടർ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിക്കും. ഇനി d = 12. ഇനി നമുക്ക് സർക്കംഫറൻസ്, ഈ സർക്കിളിന്റെ പെരിമീറ്ററിനെ നമ്മൾ സർക്കംഫറൻസ് എന്നാണ് പറയുന്നത്. സർക്കംഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പം സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ലെങ്ത് ഓഫ് ദ ബൗണ്ടറി ആണ്. നമ്മളൊരു നൂലെടുത്തിട്ട് സർക്കിളിന്റെ ചുറ്റിനും വെച്ച് നമ്മുടെ നൂലിന്റെ ലെങ്ത് അളക്കാമെങ്കിൽ നമുക്ക് സർക്കിളിന്റെ സർക്കംഫറൻസ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സർക്കിൾസ് എടുത്ത് നോക്കുവാണ്. സർക്കിൾസ് ഡയാമീറ്റർ അളന്നു, സർക്കംഫറൻസ് അളന്നു, എന്നിട്ട് നമ്മൾ അതിന്റെ റേഷ്യോ കാണുകയാണ്. റേഷ്യോ C/D. അപ്പോൾ ഫസ്റ്റ് സർക്കിൾ എടുത്തു. ഡയാമീറ്റർ നമ്മൾ നോക്കിയപ്പോൾ 7 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിളാണ് നമ്മൾ എടുത്തത്. അതിന്റെ സർക്കംഫറൻസ് അളന്നപ്പോൾ അത് 22 സെന്റിമീറ്റർ എന്ന് കിട്ടി. നൂല് കൊണ്ടൊക്കെ അളന്ന് വെച്ചപ്പോൾ അത് 22 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതിന്റെ റേഷ്യോ നമ്മൾ കണ്ടു. 22/7 കണ്ടപ്പോൾ 22/7 കാണുമ്പോൾ 3, 21, 4, 2 പ്ലേസിന് കണ്ടപ്പോൾ 3.14 എന്ന് കിട്ടി. 3.14. വേറൊരു സർക്കിൾ എടുത്തു. അത് 70 സെന്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ സർക്കംഫറൻസ് അളന്നപ്പോൾ 220 സെന്റിമീറ്റർ എന്ന് കിട്ടി. സർക്കംഫറൻസ് അളന്നപ്പോൾ 220 സെന്റിമീറ്റർ എന്ന് കിട്ടി. എന്നിട്ട് അതിൻ്റെ റേഷ്യോ കണ്ട് 220/70. 0 കട്ട് ചെയ്തപ്പോൾ 22/7 എന്ന് കിട്ടി. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.14 എന്ന് കിട്ടും. ഇനി വേറൊരു സർക്കിൾ എടുത്തു. 35 സെന്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ സർക്കംഫറൻസ് നൂല് വെച്ചൊക്കെ അളന്ന് നോക്കിയപ്പോൾ 110 സെന്റിമീറ്റർ കിട്ടി. റേഷ്യോ കണ്ടപ്പോൾ 110/35 കട്ട് ചെയ്തപ്പോൾ 25 കൊണ്ട് കട്ട് ചെയ്യാൻ നമുക്ക് 7. അപ്പോൾ 22/7 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14. അപ്പോൾ എല്ലാ കേസിലും റേഷ്യോ നമുക്ക് സെയിം ആയിട്ട് കിട്ടി. ആ റേഷ്യോ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ പൈ എന്ന് പറയും. അപ്പോൾ ഇവിടെ C/D is equal to എ കോൺസ്റ്റന്റ് പൈ. പൈ എന്ന് പറയുന്നത് 22/7 ആകാം ഓർ 3.14 ആകാം. ഇതിന് പറയുന്നത് പൈ. 22/7 3.14 വാല്യൂ ആകും. അപ്പോൾ C/D. ഇനി ഇവിടെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. πD. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു πD ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി D നമുക്കറിയാം, നമ്മളിവിടെ പഠിച്ച D ഈസ് ഈക്വൽ ടു 2R ആണ് നമുക്കറിയാം. അപ്പോൾ C ഈസ് ഈക്വൽ ടു π ഇൻറ്റു 2R. അതിനൊരു ഓർഡർ അനുസരിച്ച് എഴുതുമ്പോൾ C ഈസ് ഈക്വൽ ടു 2π, C ഈസ് ഈക്വൽ ടു 2π. അപ്പോൾ റേഡിയസ് R ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2 × 22/7 × 2 × 22/7 സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു ഇൻറ്റു 7. 7 കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 44 സെന്റിമീറ്റർ കിട്ടും. അപ്പോൾ റേഡിയസ് 7 ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 44 സെന്റിമീറ്റർ ആണ്. ഏരിയ സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 8 ഈക്വൽ പാർട്സ് 1 2 3 4 5 6 7 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിനെ ചേർത്ത് വെച്ചു. ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചു. 2 3 ആയി, 4 5 6 1 2 3 4 5 6 7 8 പാർട്സ് ആയി. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു പാരലലോഗ്രം ഉണ്ട്. ഒരു പാരലലോഗ്രത്തിന്റെ ഷേപ്പായി, ഒരു പാരലലോഗ്രമായി. അപ്പോൾ
അപ്പോൾ ഈ സർക്കിളിൻ്റെ പാർട്സ് ആണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇങ്ങനെ ഈ ഒരു റൗണ്ട് എന്ന് പറയുന്നത് 2πr ആണ്, ഒരു റൗണ്ട് സർക്കംഫറൻസ് ആണ്. എന്നിട്ട് അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ തൊട്ട് ഇതിൻ്റെ ഒരു ഹാഫ് എന്ന് പറയുമ്പോൾ അത് πr വരും. ഹാഫ് എന്ന് പറയുന്നത് ഇത് πr വരും, ഈ പാർട്ടും πr വരും. അപ്പോൾ ഇവിടെ ഒരു 1 2 3 4 പാർട്സ് എന്ന് പറയുന്നത് 4 പാർട്സ്. അപ്പോൾ 1 2 3 4 എന്ന് പറയുന്നത് πr ആണ്, ഇതും πr ആണ്. ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇതൊരു പാരലലോഗ്രമാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളിങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചാൽ അത് അതിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് BH ആണ്. ഒരു പാരലലോഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് BH ആണ്. അപ്പോൾ πr ഇൻറ്റു r, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു r ഇൻറ്റു r എന്ന് പറയുന്നത് നമ്മൾ r² എന്ന് പഠിച്ചപ്പം πr². അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു πr². ഇപ്പോൾ റേഡിയസ് 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു π ഇൻറ്റു r², ദാറ്റ് ഈസ് π ഇൻറ്റു നമുക്ക് 22/7 എന്നോ 3.14 എന്നോ കൊടുക്കാം. അപ്പോൾ 22/7 ഇൻറ്റു 7 ഇൻറ്റു 7 സെൻറ്റിമീറ്റർ ഇൻറ്റു 7 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 and 7 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 22 ഇൻറ്റു 7 എന്ന് പറയുന്നത് 154 സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ, ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 154 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് റേഡിയസ് മൾട്ടിപ്പിൾസ് ഓഫ് 7-ലാണെങ്കിൽ 22/7 കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾസ് ഓഫ് 7 അല്ലെങ്കിൽ 3.14 കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസിൻ്റെ ബ്രാക്കറ്റിൽ ഒരു വാല്യൂ തന്നിരിക്കും, അപ്പോൾ നിങ്ങൾ ആ വാല്യൂ മാത്രമേ കൊടുക്കാവൂ. ഒരു ചെറിയ കാര്യം ഓർത്തിരിക്കാനുള്ളത്, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ ഏതെങ്കിലും ഒരു പോളിഗൺ നമ്മൾ ചെയ്താൽ, പിന്നെ ഏതെങ്കിലും ഒരു പോളിഗൺ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് പാർട്സ് കട്ട് ചെയ്ത് മാറ്റി, ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പറഞ്ഞു, ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് ഒറ്റ ലൈനിൽ പോകേണ്ടത് ഇങ്ങനെ വന്നു. ഇവിടെയും അത് ഇങ്ങനെ വന്നു. അപ്പം ഒറ്റ ലൈനിൽ പോകേണ്ടത് ഇങ്ങനെ ഒരു ലൈൻസ് ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ പെരിമീറ്റർ കൂടി. ഈ ഒരു ലൈനിന് പകരം ഇവിടെ 3 ലൈൻസ് വന്നു. അപ്പോൾ ആ പെരിമീറ്റർ ഇവിടെ ഇൻക്രീസ് ചെയ്തു. പക്ഷേ ഏരിയയോ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിയത് കൊണ്ട് ഏരിയ കുറഞ്ഞു. അപ്പം പെരിമീറ്റർ അവിടെ ഇൻക്രീസ് ആയി, ഏരിയ ഡിക്രീസ് ആയി. കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ ഇതിന് എത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഏരിയ അവിടെ ഡിക്രീസ് ആയി. ഇനി ഒരു റെക്റ്റാങ്കിളിൻ്റെ കൂടെ, ഒരു റെക്റ്റാങ്കിളാണ്, ഇതിലൂടെ ഇങ്ങനെ കുറച്ച് ഭാഗം കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഇങ്ങനെ വരും, കുറച്ച് ഭാഗം കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഈ ആഡ് ചെയ്ത് വരുമ്പോൾ ഇപ്പം ഇങ്ങനെ പോകുന്നത് റെക്റ്റാങ്കിളാണ്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് വന്നു. അപ്പോൾ ഇവിടെയും പെരിമീറ്റർ ഇൻക്രീസ് ചെയ്തു. ഈ ഒരു ലൈനിന് പകരം ഇവിടെ ഇങ്ങനെ വന്നു. അപ്പോൾ അവിടെ പെരിമീറ്റർ ഇൻക്രീസ് ചെയ്തു. ഏരിയയും ഇങ്ങനെ പോകേണ്ട ഏരിയ ഇത്രയും ഭാഗം കൂടെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ ഏരിയയും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പെരിമീറ്റർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഏരിയ ഇൻക്രീസ് ചെയ്യണമെന്നില്ല, എല്ലാ കേസിലും ഏരിയ ഡിക്രീസ് ചെയ്യാം. അപ്പോൾ പെരിമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എല്ലാം ഏരിയ ഇൻക്രീസ് ചെയ്യണമെന്നില്ല. ചില കേസസിൽ ഏരിയ ഡിക്രീസ് ചെയ്യാം, ചില കേസസിൽ ഏരിയ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. Perimeter of a rectangle is 2 into length plus breadth. Area is length into breadth. Perimeter of a parallelogram is base into height to that side. Area of a triangle, right angle triangle is half BH, or area of a triangle is equal to half into base into height to that side. Then area of a circle is equal to pi r square. Circumference of a circle is 2pi. Class 7 perimeter and area chapter 11 and first exercise 11.1 first question ചെയ്യാം. Question ഇതാണ്: The length and the breadth of a rectangular piece of land are 500 meter and 300 meter respectively. Find its area. Second part: The cost of the land
if 1 meter square of the land cost rupees 10,000. അപ്പോൾ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ പീസ് ഓഫ് ലാൻഡ്. അപ്പോൾ ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് ഈസ് ഈക്വൽ ടു, ലെങ്തിനെ നമ്മൾ എൽ എന്നാണ് എഴുതുന്നത്. അപ്പോൾ ലെങ്ത് എൽ ഈസ് ഈക്വൽ ടു 500 മീറ്റർ. പിന്നെ സെക്കൻഡ് പാർട്ട് ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് ബി, ബ്രെഡ്ത്തിനെ നമ്മൾ ബി എന്നാണ് പറയുന്നത്. ബ്രെഡ്ത്ത് ബി ഈസ് ഈക്വൽ ടു, ഇവിടെ ലെങ്ത് എൽ ആണ്, ബ്രെഡ്ത്ത് ബി ഈസ് ഈക്വൽ ടു 300 മീറ്റർ. 300 മീറ്റർ. ഇപ്പൊ എല്ലും ബിയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് നമുക്ക് കാണേണ്ടത് ഏരിയ, ഏരിയ ഓഫ് ദ ലാൻഡ്. അപ്പൊ ഇറ്റ്സ് ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് 500 ആണ്. 500 മീറ്റർ ഇൻറ്റു 300 മീറ്റർ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മളിങ്ങനെ 500 ഇൻറ്റു 300 ഇങ്ങനെ ചില കുട്ടികൾ എഴുതി മൾട്ടിപ്ലൈ ചെയ്താണ്. ഇത്രയും നമ്മൾ എഴുതണ്ട, 5ഉം 3യും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 5 and 3 15. പിന്നെ എത്ര സീറോസ് ഉണ്ട്? 1 2 3 4. അപ്പോൾ 15ഉം 4 സീറോസും. മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. അപ്പോൾ 1,50,000 മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി സെക്കൻഡ് പാർട്ട്, ദ കോസ്റ്റ് ഓഫ് ദ ലാൻഡ്. അവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇഫ് 1 മീറ്റർ സ്ക്വയർ ഓഫ് ദ ലാൻഡ് കോസ്റ്റ് റുപ്പീസ് 10,000. അവിടെ ഒരു റേറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ 1,50,000 മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ് കാണണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്, അതായത് കോസ്റ്റ് ഓഫ് 1 meter square land is equal to rupees 10,000. കോസ്റ്റ് ഓഫ് 1 meter square land, അതവിടെ ഒരു റേറ്റ് ആണ്. 1 meter square. അങ്ങനെ നമ്മുടെ കയ്യിൽ എത്ര 1,50,000 മീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ലാൻഡ് ഈസ് ഈക്വൽ ടു, നമ്മുടെ 15,000 മീറ്റർ സ്ക്വയർ ലാൻഡ് ആണ്. അപ്പം 15,000, അപ്പൊ എത്രയാണ് അതിന്റെ റേറ്റ് വരുന്നത്? റുപ്പീസ് 10,000 ഇൻറ്റു 1,50,000 മീറ്റർ സ്ക്വയർ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ റേറ്റ് അതാണ്. അപ്പൊ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ഇൻറ്റു 1 എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ റുപ്പീസ് നമ്മൾ കോസ്റ്റ് ആണ് കാണുന്നത്. അപ്പൊ യൂണിറ്റ് റുപ്പീസ് ആണ്. 15 എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. അപ്പൊ ഇതാണ് കോസ്റ്റ് വരുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഏരിയ കാണണം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ റേറ്റ് തന്നിട്ടുണ്ട്. 1 മീറ്റർ സ്ക്വയർ ലാൻഡിന് റുപ്പീസ് 10,000 ആണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള 1,50,000 ലാൻഡിന് എത്ര കോസ്റ്റ് ആവും? അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. Second question, find the area of a square park whose perimeter is 320 meter. നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെരിമീറ്റർ തന്നിട്ടുണ്ട് ഉടനെ അത് ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ആണ്, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്. പെരിമീറ്റർ തന്നിട്ടുണ്ട്, നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഏത് മെഷർ വേണം? ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സൈഡ് വേണം. അപ്പോൾ തന്നിരിക്കുന്ന മെഷറിൽ നിന്ന്, തന്നിരിക്കുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ സൈഡ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എങ്ങനെ സൈഡ് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് ആ കിട്ടുന്ന ആൻസർ വെച്ച് സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യുക. അല്ല ക്വസ്റ്റ്യൻ കാണുന്ന ഉടനെ ചെയ്യരുത്. അപ്പോൾ ഇവിടെ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 300 മീറ്റർ ആണ്. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 320 മീറ്റർ. 320 മീറ്റർ. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 320 മീറ്റർ. നമുക്ക് കാണേണ്ടത് ഏരിയ ആണ്. അപ്പൊ ഏരിയ കാണണമെങ്കിൽ സൈഡ് വേണം. അപ്പൊ ഈ തന്നിരിക്കുന്ന പെരിമീറ്ററിൽ നിന്ന് നമ്മൾ സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പെരിമീറ്ററിന്റെ ഇക്വേഷൻ നമുക്കറിയാം. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതൊരു സ്ക്വയർ ആണ്, സ്ക്വയർ പാർക്കാണ്.
അപ്പൊ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 ഇൻറ്റു സൈഡ് ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 4 ഇൻറ്റു സൈഡ്. അപ്പൊ 4 ഇൻറ്റു സൈഡ് 320 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സൈഡ് കണ്ടുപിടിക്കാം. അപ്പൊ സൈഡ് ഈസ് ഈക്വൽ ടു 320 ഡിവൈഡഡ് ബൈ 4. ഈ 4നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് 320 ഡിവൈഡഡ് ബൈ 4 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ആൻഡ് ഇത് മീറ്റർ ആണ്. അപ്പം നമ്മുടെ സൈഡും മീറ്ററിൽ വരും 80 മീറ്റർ. അപ്പൊ സൈഡ് കിട്ടി. സൈഡ് കിട്ടിയാൽ നമുക്ക് ഏരിയ ഓഫ് ദ പാർക്ക് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദ പാർക്ക് ഈസ് ഈക്വൽ ടു, ഇത് സ്ക്വയർ പാർക്ക് ആണ്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്. അപ്പൊ സൈഡ് ഇവിടെ നമുക്ക് 80 എന്ന് കിട്ടി. അപ്പൊ 80 മീറ്റർ ഇൻറ്റു 80 മീറ്റർ, 8 into 8, 64, 2 zeros, 6400 meter and meter square. അപ്പോൾ 6400 meter square. അപ്പോൾ തന്നിരിക്കുന്ന പെരിമീറ്ററിൽ നിന്ന് സൈഡ് കണ്ടുപിടിക്കണം, സൈഡ് കൊണ്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. Third question. Find the breadth of a rectangular plot of land if its area is 440 meter square and the length is 22 meter. Also find its perimeter. അപ്പോൾ ഇവിടെ ബ്രെഡ്ത്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ട ക്ലൂസ് ഒക്കെ ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. ഏരിയ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, ബ്രെഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണം. ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചിട്ട് പെരിമീറ്റർ കാണും. ഇപ്പോൾ രണ്ട് ആൻസർ ഇവിടെ വരും. ലെങ്തും ഏരിയയിൽ നിന്ന് നമ്മൾ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം, ആ ബ്രെഡ്ത്തും ലെങ്തും ഉപയോഗിച്ച് പെരിമീറ്ററും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതുവാണ്. ഏരിയ ഈസ് ഈക്വൽ ടു 440 മീറ്റർ സ്ക്വയർ. ലെങ്ത് ഈസ് ഈക്വൽ ടു ലെങ്ത് നമുക്കറിയാം ലെങ്ത് L ഈസ് ഈക്വൽ ടു 22 മീറ്റർ. അപ്പോൾ ഏരിയ തന്നിട്ടുണ്ട്, ലെങ്തും തന്നിട്ടുണ്ട്. ലെങ്ത് L ഈസ് ഈക്വൽ ടു 22 മീറ്റർ. ഇനി ഇവിടെ നമ്മൾ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സെക്കൻഡ് പാർട്ട് കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്ററും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഏരിയയിൽ നിന്ന്, ഈ ഏരിയ എന്നുള്ളത് നമുക്കറിയാം. ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ബ്രെഡ്ത്തിനെ ഞാൻ ബി എന്നെടുത്തു. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ബി. L ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 440 മീറ്റർ സ്ക്വയർ. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 440 മീറ്റർ സ്ക്വയർ. ഇനി അവിടെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുവാണ്. ഇതിനകത്ത് അറിയാവുന്ന വാല്യൂ കൊടുക്കുക. ലെങ്ത് നമുക്കറിയാം. അപ്പോൾ 22 ഇൻറ്റു ബി. ബ്രെഡ്ത്ത് നമുക്കറിയില്ല, അപ്പോൾ അതിനെ അതുപോലെ ഇട്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു 440 മീറ്റർ സ്ക്വയർ. ഇവിടെ നമുക്ക് ബി മാത്രം മതി. അപ്പം ബി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ രണ്ടിനെയും കൂടെ പ്രോഡക്റ്റ് ആണിത്. അപ്പം ബി കാണുന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിനെ തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് കിട്ടും. ബി ഈസ് ഈക്വൽ ടു 440 ബൈ 22. ദാറ്റ് ഈസ് ഈക്വൽ ടു 440 ബൈ 22 എന്ന് പറയുമ്പോൾ നമുക്ക് 22 2s are 44 ആണ് നിങ്ങൾക്കറിയാം. 22 ഇൻറ്റു 2 അതിനെ കട്ട് ചെയ്ത് വരുമ്പോൾ 22 1 20. അപ്പോൾ ആൻസർ 20 മീറ്റർ എന്ന് കിട്ടും. ഇത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20 മീറ്റർ. അപ്പം നമുക്ക് ബ്രെഡ്ത്ത് കിട്ടി. ബി ഈസ് ഈക്വൽ ടു 20 മീറ്റർ. ഇനി പെരിമീറ്റർ എന്ന് പറയുന്നത്, അപ്പം ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 20 മീറ്റർ. നമുക്ക് വേണ്ടത് പെരിമീറ്റർ ആണ്. അപ്പം പെരിമീറ്റർ എന്ന് പറയുന്നത്, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാം, 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇപ്പം നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. 2 ഇൻറ്റു L പ്ലസ് ബി. അപ്പോൾ L ഇവിടെ 22 മീറ്റർ ആണ്. 22 മീറ്റർ പ്ലസ് 20 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 22 പ്ലസ് 20 എന്ന് പറയുന്നത് 42 മീറ്റർ ആണ്.
and that is equal to 84 meter. അപ്പം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20 മീറ്റർ, പെരിമീറ്റർ എന്ന് പറയുന്നത് 84 മീറ്റർ. അപ്പോൾ തന്നിരിക്കുന്ന മെഷേഴ്സിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന മെഷർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ചെയ്യുന്നത്. Fourth question. The perimeter of a rectangular sheet is 100 centimeter. If the length is 35 centimeter, find its breadth. Also find the area. അപ്പം തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഏരിയ തന്നു, ലെങ്ത് തന്നു, നമ്മൾ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് പെരിമീറ്റർ തന്നു, ലെങ്ത് തന്നു, നമ്മൾ ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. Perimeter is equal to, perimeter of a rectangular sheet ആണ്. Perimeter is equal to 100 centimeter. Length is equal to, length L is equal to 35 centimeter. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് breadth B കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കണം, ഏരിയയും. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഷീറ്റ് ആണ്. അപ്പോൾ നമുക്ക് പെരിമീറ്ററിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. 2 ഇൻറ്റു എൽ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. 2 ഇൻറ്റു എൽ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു ലെങ്തിന്റെ സ്ഥാനത്ത് 35 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. ലെങ്ത് 35. ഇനി പല രീതി നമുക്ക് ചെയ്യാം. ഒന്ന് ഈ ബ്രാക്കറ്റിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ 2നെ അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ രണ്ട് മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഏതാ ഈസി എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിലപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഡിവിസിബിൾ അല്ലായിരിക്കും. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇൻറ്റു 35 പ്ലസ്, ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ. 2 ഇൻറ്റു 35 പ്ലസ് 2 ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. 2 ഇൻറ്റു 35 എന്ന് പറയുന്നത് 70 പ്ലസ് 2b ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. ഇപ്പം ഇവിടെ നമുക്ക് 2b മതി, മറ്റേ 70 നമ്മൾ അങ്ങേ സൈഡിലേക്ക് കൊണ്ടുപോവാണ്, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പം 2b ഇസ് ഈക്വൽ ടു 100 മൈനസ് 70 centimeter and that is equal to 30 centimeter. അപ്പോൾ നമുക്ക് b മതി, ഇവിടെ 2b ആണ് 30. അപ്പം b എന്ന് പറയുന്നത് 30 by 2 is equal to 15 centimeter. b is equal to 30 by 2 is equal to 15 centimeter. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന പെരിമീറ്ററിൽ നിന്ന് നമ്മൾ ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചു. അപ്പം ബ്രെഡ്ത്ത് is equal to breadth of the sheet. Breadth of the sheet is equal to 15 centimeter. ഇനി നമുക്ക് വേണ്ടത് പാർട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പാർട്ട് നമുക്ക് വേണ്ടത് ഏരിയ ആണ്. ഏരിയ is equal to length into breadth and that is equal to breadth ലെങ്ത് നമ്മുടെ കയ്യിലുണ്ട് 35 centimeter into breadth നമ്മൾ കണ്ടുപിടിച്ചു 15 centimeter. And that is equal to 35 into 15. 525 centimeter square. Area of the sheet is equal to 525 centimeter square.